രാഷ്ട്രീയ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച ഇപ്പോൾ രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയാണ്. മൂന്നാം സീറ്റിൻ്റെ അവകാശം ഉന്നയിച്ച മുസ്ലിം ലീഗിന് മൂന്നാം സീറ്റ് ലോക്സഭയിൽ നൽകുവാൻ സാധിക്കില്ല, പകരം രാജ്യസഭാ സീറ്റ് നൽകാമെന്ന ഒരു ഒത്തുതീർപ്പിൻ്റെ ഭാഗമായാണ് മുസ്ലിം ലീഗ് 2 സീറ്റിലേക്ക് സമ്മതം മൂളിയത്. അങ്ങനെ ലീഗിൻ്റെ ഏതെങ്കിലും ഒരു നേതാവ് രാജ്യസഭയിലേക്ക് മത്സരിക്കുമെന്നാണ് ഒടുവിലത്തെ തീരുമാനം. സലാമോ അല്ലെങ്കിൽ PK കുഞ്ഞാലിക്കുട്ടിയോ ഒക്കെ ആയിരിക്കാം സാധ്യതയിൽ മുൻപതിയിലുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട വിഷയം അതിനേക്കാൾ അപ്പുറത്തേക്ക് കേരള കോൺഗ്രസിൻ്റെതാണ്. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെതാണ്. UDF വിട്ട് LDFിലേക്ക് പോയ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ ചെയർമാനായ ജോസ് കെ മാണിക്ക് നിലവിൽ രാജ്യസഭാ MP സീറ്റ് ഇല്ല. UDFിനോടൊപ്പം നിന്ന സമയത്ത് UDF നൽകിയ രാജ്യസഭാ സീറ്റാണ് ഇപ്പോൾ LDF നിഷേധിക്കുന്നത് എന്നാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ നേതാവായ മോൻസ് ജോസഫ് പറയുന്നത്. ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് UDFിനോടൊപ്പം ചേരണോ വേണ്ടയോ എന്ന തീരുമാനം പറയേണ്ടത് പാർട്ടിയാണ്. അതിനുമൊക്കെ ഉപരി കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ നേതാവ് ജോസ് കെ മാണിയോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട മറ്റാരെങ്കിലുമോ UDFിനോടൊപ്പം തങ്ങൾക്ക് ചേരുവാൻ താല്പര്യമുണ്ട് എന്ന് അറിയിക്കണം. അതും അവരുടെ ഭാഗത്തു നിന്ന് ചെയ്തിട്ടില്ല. ആദ്യം താല്പര്യം പ്രകടിപ്പിക്കട്ടെ, അതിനുശേഷം പാർട്ടിയിൽ ഒരു തീരുമാനമെടുക്കട്ടെ. ആ തീരുമാനത്തിൻ്റെ ഒടുവിലായിരിക്കും അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. എന്തായാലും ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് മാണി വിഭാഗം UDFിൽ തങ്ങൾക്ക് പാർട്ടിയോടൊപ്പം ചേരുവാൻ താല്പര്യമുണ്ട് എന്ന ആവശ്യം അറിയിക്കുമ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ അഭിപ്രായം ആ വേളയിൽ പറയുമെന്നാണ് മോൻസ് ജോസഫ് പറയുന്നത്. അതായത് രാജ്യസഭാ സീറ്റിലോടുകൂടി UDFിൽ നിന്ന് LDFിലേക്ക് പോയ ജോസ് കെ മാണിക്ക് നിലവിൽ രാജ്യസഭാ സീറ്റും നഷ്ടപ്പെട്ടു. എന്നാൽ തിരികെ UDFിലേക്ക് എത്താം എന്നൊരു തീരുമാനം ചെറുതായെങ്കിലും ഉടലെടുക്കുന്നുണ്ടെങ്കിൽ അതിനെയും ഊതിക്കെടുത്തുകയാണ് പരോക്ഷമായി മോൻസ് ജോസഫ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം. UDF ചർച്ച ചെയ്യാത്ത ഒരു വിഷയത്തെക്കുറിച്ച് കേരള കോൺഗ്രസ് പാർട്ടി അഭിപ്രായം പറയുന്നത് UDF ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ ഏത് കാര്യത്തെക്കുറിച്ചാണ് മുന്നണിയിലേക്ക് ആരെങ്കിലും പുതിയ കക്ഷിയെ പ്രവേശിപ്പിക്കാനാണെങ്കിലും മുന്നണിയിൽ നിന്ന് ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലുമൊക്കെ അച്ചടക്ക നടപടികൾ സ്വീകരിക്കുന്നതായാലും ഏത് കാര്യമായാലും ചർച്ച ചെയ്യുന്ന കീഴ്വഴക്കം UDFിൻ്റെതാണ്. അപ്പോൾ UDF നേതൃയോഗത്തിൽ ചർച്ച ചെയ്ത ശേഷമാണ് ഇത്തരം വിഷയങ്ങളെക്കുറിച്ചൊരു തീരുമാനമെടുക്കുക. ഇതുവരെ UDFിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യം ചർച്ച ചെയ്തിട്ടില്ല. UDF ചർച്ച ചെയ്യാത്ത ഒരു വിഷയത്തെക്കുറിച്ച് UDFിലെ ഒരു ഘടകകക്ഷി അഭിപ്രായം പറയുന്നത് ഒരിക്കലും ഉചിതമല്ല എന്നതുകൊണ്ട് ഞങ്ങൾ ഈ വിഷയത്തിൽ ഇപ്പോൾ അഭിപ്രായം പറയുന്നില്ല. കേരള കോൺഗ്രസ് പാർട്ടി ചെയർമാൻ ശ്രീ PJ ജോസഫ് സാറ് UDF യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചർച്ച വന്നാൽ പാർട്ടി ചെയർമാൻ അഭിപ്രായം പറയും. അന്നേരം പറയുന്നതാണ് ഇപ്പൊ എന്തിനു പ്രസക്തിയിരിക്കും. ഇപ്പൊ പറഞ്ഞ വീക്ഷണത്തിന്റെ അഭിപ്രായം അവർ വീക്ഷണം എന്തുകൊണ്ട് പറഞ്ഞെന്ന് അറിയില്ല. വീക്ഷണം പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിന്റെ അഭിപ്രായമല്ല എന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. KPCC പ്രസിഡന്റ് പറഞ്ഞിട്ടില്ല, പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടില്ല. അപ്പോൾ വീക്ഷണം സ്വാഭാവികമായും വീക്ഷണത്തിന് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. അവരവരുടെ അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. വീക്ഷണം പറഞ്ഞ അഭിപ്രായം കേരള കോൺഗ്രസിന്റെ അഭിപ്രായമല്ല, കേരള കോൺഗ്രസുമായിട്ട് ആലോചിച്ചിട്ട് പറഞ്ഞിരിക്കുന്നതല്ല. കേരള കോൺഗ്രസിന്റെ അഭിപ്രായം പറയേണ്ട സമയത്ത് കേരള കോൺഗ്രസ് അഭിപ്രായം പറയും. പിന്നെ കേരള കോൺഗ്രസിന് ഇക്കാര്യത്തിൽ രാഷ്ട്രീയമായ വ്യക്തമായ നിലപാട് ഞങ്ങൾക്കുണ്ട്. കാരണം ഇപ്പം ഈ വിഷയങ്ങൾക്ക് ഒരു പ്രസക്തിയില്ല. നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു നിൽക്കുകയാണ്. കേരളത്തിലെ ഇടതുപക്ഷവും UDFും തമ്മിലുള്ള ഏറ്റുമുട്ടൽ, NDAയും അതിന് ഒരു ഭാഗത്ത് മത്സരരംഗത്തുണ്ട്. ഇങ്ങനെ 3 മുന്നണികൾ തമ്മിൽ മത്സരിച്ചു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഒരു ഗവൺമെന്റ് രൂപീകരിക്കണമെന്ന ആഗ്രഹത്തോടെ കേരളത്തിലെ UDF പ്രവർത്തിച്ചു. UDF വിജയം പ്രതീക്ഷിച്ച് നിൽക്കുന്നു. UDFിനെ എതിർത്ത കക്ഷികൾ, ഇടതുപക്ഷ മുന്നണി ഉൾപ്പെടെയുള്ള കക്ഷികൾ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിന് വേണ്ടി അവരും കാത്തിരിക്കുന്നു. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് വിജയ പരാജയങ്ങൾക്ക് ശേഷമല്ലാതെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരട്ടെ, ആരാണ് വിജയിക്കുന്നതെന്നും പരാജയപ്പെടുന്നതെന്നുള്ളതും വ്യക്തമാകട്ടെ. തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിന് ശേഷമല്ലാതെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് കാത്തിരിക്കുന്ന ഈ സമയത്ത് ഇത്തരം വിഷയങ്ങൾക്ക് ഒരു പ്രസക്തിയുമില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. തെരഞ്ഞെടുപ്പിന് ശേഷം UDF കരുത്തുറ്റ വിജയം കൈവരിക്കും. പ്രത്യേകിച്ചും കേരളത്തിൽ UDFിന് സ്വന്തം കാലിൽ നിൽക്കാൻ ശക്തിയുണ്ട് എന്ന് മുന്നണി തെളിയിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് രംഗത്ത് ശക്തമായ കൂട്ടായ പ്രവർത്തനം UDF ഒറ്റക്കെട്ടായി നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് UDFിന് വിജയം സുനിശ്ചിതമാണ്. UDFിന്റെ വിജയം സുനിശ്ചിതമാണ്, LDFിന്റെ പരാജയവും സുനിശ്ചിതമാണ്. ഇത് കേരളത്തിൽ കാണാൻ പോകുന്ന സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. ഈ ഒരു റിസൾട്ടിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ റിസൾട്ടിന് ശേഷം രാഷ്ട്രീയമായ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ടോ എന്ന് ഒക്കെയുള്ള വിഷയങ്ങൾ വേണം.
UDF-ലേക്ക് പുതിയതായി ഏതെങ്കിലും കക്ഷി വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരവരുടെ അഭിപ്രായം പറയട്ടെ. അവരുടെ അഭിപ്രായം പറഞ്ഞ ശേഷം അങ്ങനെ ഒരു വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു നിലപാട് ആരെങ്കിലും പറയുകയാണെങ്കിൽ ആ വിഷയം UDF ചർച്ച ചെയ്യുക എന്നുള്ളതാണ് സ്വാഭാവികമായി സംഭവിക്കേണ്ട കാര്യം. അങ്ങനെ UDF ചർച്ച ചെയ്യുമ്പോൾ കേരള കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായം പാർട്ടി ജനറൽ പി ജോസഫ് സാർ പറയും. ഇപ്പം ഈ വിഷയത്തിന് ഒരു പ്രസക്തിയും ഇല്ല എന്നാണ് ഞങ്ങൾക്ക് പറയാം. അല്ല, രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസ് പാർട്ടിക്ക് നഷ്ടപ്പെടുന്നത് കനത്ത നഷ്ടമാണ്. കാരണം കേരള കോൺഗ്രസിന് രാജ്യസഭാ സീറ്റ് കിട്ടുന്നത് ജോസ് കെ മാണി വിഭാഗത്തിന് പ്രൈവറ്റായി കിട്ടിയതല്ല. അത് KM മാണി സാറിന്റെയും PJ ജോസഫ് സാറിന്റെയും നേതൃത്വത്തിൽ യോജിച്ച കേരള കോൺഗ്രസ് എന്ന നിലയിലേക്ക് പാർട്ടി ഒറ്റക്കെട്ടായി നിൽക്കുന്നതിന്റെ ഭാഗമായി UDF കേരള കോൺഗ്രസ് പാർട്ടിക്ക് അനുവദിച്ചതാണ് രാജ്യസഭാ സീറ്റ്. ജോസ് കെ മാണിക്ക് രാജ്യസഭാ സീറ്റ് കൊടുത്തതും UDF ആണ്. കേരള കോൺഗ്രസ് പാർട്ടിയുടെ യോജിച്ച കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് ജോസ് കെ മാണി രാജ്യസഭയിലേക്ക് വരുന്നത്. അപ്പൊ അങ്ങനെ രാജ്യസഭയിലേക്ക് വന്നതിന് ശേഷം UDF കൊടുത്ത രാജ്യസഭാ സീറ്റ് LDP പോയി നഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് രാഷ്ട്രീയമായ കനത്ത നഷ്ടമാണ്. അത് കേരള കോൺഗ്രസുകാർക്ക് ആർക്കും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഞങ്ങൾക്കും അത് വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. അങ്ങനെ സംഭവിക്കില്ലെന്നാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. LDF ഉറപ്പായും ജോസ് കെ മാണിക്ക് രാജ്യസഭ കണ്ടിന്യൂ ചെയ്യാൻ അവസരം കൊടുക്കുന്നതാണ് ഉറച്ച വിശ്വാസം. അത് നടക്കട്ടെ എന്നാണ് ഞങ്ങൾ ആശംസിക്കുന്നത്. അത് നടക്കണമല്ലോ, അദ്ദേഹത്തിന് കിട്ടേണ്ടതാണ്. കാരണം UDF-ൽ നിന്ന് കിട്ടിയ സ്ഥാനം LDP പോയെന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടമായത്. അതൊരിക്കലും സംഭവിക്കില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതായത് സന്തോഷപൂർവ്വം നിങ്ങൾ അവിടെ തുടർന്നോളൂ എന്നുള്ളതാണ്. അത് ഞാൻ പറഞ്ഞ അത് നഷ്ടപ്പെട്ടാൽ UDF കൊടുത്ത ഒരു രാജ്യസഭാ സീറ്റ് LDP-ക്ക് നമുക്ക് ഇല്ലാതായെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരിക്കലും LDF അങ്ങനെ ചെയ്യോ? ജോസ് കെ മാണിക്ക് സഹിക്കാൻ പറ്റും? അങ്ങനെ കേരള കോൺഗ്രസുകാർക്ക് സഹിക്കാൻ പറ്റും? ഞങ്ങൾക്ക് ആർക്കും സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഞങ്ങളെല്ലാം ഒന്നിച്ചു നിൽക്കുമ്പോൾ കൊടുത്ത രാജ്യസഭാ സീറ്റാണ്. തീർച്ചയായിട്ടും നിലനിർത്തണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉറച്ച നിലപാട്. അത് നിലനിർത്താൻ വേണ്ടി LDF-ൽ അവർ പ്രവർത്തിക്കട്ടെ, പ്രയത്നിക്കട്ടെ. അവർക്ക് LDF അത് കൊടുക്കുകയും ചെയ്യട്ടെ. സ്വാഭാവികമായി നടക്കേണ്ട ഒരു നീതിയാണ്. സങ്കടപ്പെടുത്തരുതെന്നാണ്. അല്ല, ജോസ് കെ മാണിയോട് അങ്ങനെ ഒരു അനീതി LDF കാണിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. ജോസ് കെ മാണി അങ്ങനെ ഒരു ബുദ്ധിമുട്ടിലേക്ക് എത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. കാരണം സ്വാഭാവികമായി UDF കിട്ടിയ ഒരു രാജ്യസഭാ സീറ്റ് സംയുക്ത കേരള കോൺഗ്രസിന് കിട്ടിയ ഒരു കാര്യം ഇടതുപക്ഷത്ത് ചെന്നപ്പോൾ അതില്ലാതായെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അങ്ങനെ രാഷ്ട്രീയമായിട്ട് നിൽക്കാൻ പറ്റും. അപ്പൊ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും LDF-ലേക്ക് അദ്ദേഹം ചെന്ന് ചേർന്നു. LDF-നോട് അവർ സഹകരിച്ചു നിന്നു. അപ്പൊ തീർച്ചയായിട്ടും ആ രാജ്യസഭാ സീറ്റ് അവർക്ക് തുടർന്ന് കൊടുക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അത് നടക്കട്ടെ. ഇല്ല, നമ്മൾ അങ്ങനെ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉറപ്പായിട്ടും അത് കിട്ടുമെന്ന് തന്നെ ഞങ്ങൾ ഉറപ്പിച്ചിരിക്കുന്നു. അത് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവിടെ മോൻസ് ജോസഫ് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജോസ് കെ മാണിക്കോ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ നേതാക്കന്മാർക്കോ UDF-നോടൊപ്പം ചേരണമെന്നുണ്ടെങ്കിൽ ആദ്യം അവർ ആവശ്യം ഉന്നയിക്കട്ടെ. അതിനുശേഷം UDF-ൽ ചർച്ചയാകട്ടെ. ആ ചർച്ചയിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം തങ്ങളുടെ അഭിപ്രായം അറിയിക്കും. അങ്ങനെ ഒടുവിലെടുക്കുന്ന ഒരു തീരുമാനത്തിൻ്റെ പുറത്തു മാത്രമേ ഇറങ്ങിപ്പോയവരെ തിരിച്ചു കയറ്റുവാൻ സാധിക്കുള്ളൂ എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഒപ്പം പരോക്ഷമായി അദ്ദേഹം ഒരു വിള്ളലുണ്ടാക്കുവാൻ ശ്രമിക്കുന്നുമുണ്ട്. അവിടെ UDF-നോടൊപ്പം നിന്നിരുന്ന സമയത്ത് ജോസ് കെ മാണിക്ക് ലഭിച്ചിരുന്ന രാജ്യസഭാ സീറ്റാണ് LDF ഇപ്പോൾ തട്ടിത്തെറിപ്പിക്കുന്നത്. UDF-നൊപ്പം ഉണ്ടായിരുന്ന സമയത്ത് ജോസ് കെ മാണിക്ക് നൽകിയ രാജ്യസഭാ സീറ്റ് LDF നൽകിയില്ല എങ്കിൽ അത് ജോസ് കെ മാണിയോടും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തോടും കാണിക്കുന്ന വലിയ ഒരു ദ്രോഹമായി മാറുമെന്നും അദ്ദേഹം പറയാതെ പറയുന്നുമുണ്ട്. അങ്ങനെ നിലവിൽ LDF-നുള്ളിൽ നടക്കുന്ന പുകച്ചിലിനെ കുറച്ചുകൂടെ കാര്യമായ ഒരു കാട്ടുതീയായി പടർത്തുവാനുള്ള എല്ലാ അടവ് മരുന്നുകളും മോൻസ് ജോസഫ് ഇവിടെ പ്രയോഗിക്കുന്നുണ്ട് എന്ന് സാരം.